ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡുകളിലെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ മാഷിൻ്റെ ഹൗസ് ഓണറായിട്ടുള്ള അരവിന്ദനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അമ്മിയുടെ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. 2 വയസ്സിലാണ് അവളുടെ അമ്മ പോയതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായിരുന്നു സംഭവം എന്ന് ചോദിക്കുമ്പോൾ വയറുവേദനയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഞാനത് അത്ര കാര്യമാക്കിയില്ല. 1-2 ഡോക്ടറെ അടുത്തൊക്കെ എപ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ഞാൻ ജോലിയുടെ കാര്യത്തിനൊക്കെ വേണ്ടി ഓടിത്തിരക്ക് പിടിച്ച് നടക്കായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൾക്ക് ബ്ലീഡിങ് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ 4th സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ കുടലിൽ ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാമത്തെ പിറന്നാളിന് ആമിമോളുടെ 2ാമത്തെ പിറന്നാളിന് സദ്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയും. പിന്നീട് ഒരിക്കലും ഞങ്ങൾ ആമിമോളുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറയും കേട്ടോ. അപ്പം മാഷ് പറയും, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ചോദിച്ചു പോയി അറിയാതെ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളത് ആരോടും പറയാറൊന്നുമില്ല. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഭാര്യമാർ മരിച്ചു പോയിട്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് അവരുള്ളപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണെന്ന് തോന്നും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം വെല്ല പോലെ ആവും എന്നൊക്കെ പറയുമ്പോൾ മാഷോട് അരവിന്ദനും പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ശരിക്കൊരു എന്തോ വികലാംഗനായ പോലെയാണ് എനിക്ക് തോന്നിയത് അവൾ പോയപ്പോൾ ഞാൻ ജോലി ഉപേക്ഷിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് ഞാൻ ജോലി ഉപേക്ഷിച്ച് അവളെ കറക്റ്റായിട്ട് ചികിത്സിക്കാൻ നിന്നിരുന്നെങ്കിൽ ഇതൊന്നും പറ്റൂലായിരുന്നു. ആമിമോൾക്ക് ഒരു നല്ല ആളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ, വിക്രമിന് വേണ്ടിയിട്ട് ആമിനൊന്ന് ആലോചിച്ചാലോ എന്ന് അരവിന്ദൻ പറയുന്നത് കേട്ടുകൊണ്ട് ആമി വരികയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാഷ് വല്ലാതായി പോകും കേട്ടോ. അപ്പോൾ ആമിയാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട്. എന്താ അവിടെ രഹസ്യമായിട്ടുള്ള ചർച്ചയാണ്? അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ. ആണോ, നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിക്കുകയാണ്. ചായ ഞങ്ങൾ കുടിച്ചു, എന്നാലും കുടിക്കാനായിട്ട് എടുത്തു, ഇത് തണുത്തു, എന്തായാലും മോൾ എടുക്കണ്ടെന്നെങ്കിൽ ഒരെണ്ണെടുത്തോ എന്ന് പറയട്ടോ. അത് കഴിഞ്ഞ ശേഷം മാഷോട് അരവിന്ദൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവൾ കേട്ടോ ആവോ, ഇനിയിപ്പോൾ അത് എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അവൾ എന്നോട് വഴക്കിടാൻ വരും. പക്ഷേ ആമിക്ക് എന്തോ വിക്രമിനോട് ഒരടുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇഷ്ടം ആമിയുടെ മനസ്സിലും വരുന്നുണ്ടേ. പിന്നെ കാണിക്കുന്ന വിക്രം സ്കൂളിൽ നിന്ന് വൈകിട്ട് നേരത്തെ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഷീല വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ തരുൺ വിളിക്കാൻ കേട്ടോ. തരുൺ വിളിക്കുമ്പോൾ സ്കൂൾ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ വിട്ടോ എന്ന് അറിയില്ലാന്നോ. അപ്പോൾ താൻ എവിടെയാണ്? ഞാൻ വീട്ടിലാണ്. വീട്ടിലോ? തന്നോട് മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്? വീട്ടിലെന്താ തനിക്ക് പണി എന്നൊക്കെ ചോദിച്ച് തരുൺ ചൂടാവണം കേട്ടോ. അപ്പോൾ അല്ല സാറേ, മോള് പറഞ്ഞു അവിടെ നിൽക്കണ്ടാന്ന്. അപ്പോൾ താൻ ഇങ്ങോട്ട് പോന്നോ? തന്നെ അവളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ നിർത്തിയത്. അവളെ അടുത്തേക്ക് വേഗം ചെല്ലുമെന്ന് പറയാം. ശരി, ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും വണ്ടി വരികയാണ് കേട്ടോ, സ്കൂൾ ബസ് വരികയാണ് കേട്ടോ. അപ്പോൾ മോള് വിക്രമിനെ കാണുമ്പോൾ തന്നെ, ഇയാൾ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അപ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കാൻ കേട്ടോ, സ്കൂൾ വിടുന്നതിന് മുമ്പ് എന്തേ ഇങ്ങോട്ട് എത്തിയതെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, മോളവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇതൊക്കെ തരുൺ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഇനി ഉണ്ടാകാൻ പോണ്. എന്തായാലും സാറെന്നെ വിളിച്ചിരുന്നു, നാളെ തുടങ്ങി എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇനി നാളെ തുടങ്ങി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഏത് നേരം എന്ന് കൊച്ചു ചോദിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ വിക്രമും അമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമിന് ചായ എടുത്തുകൊണ്ട് കൊടുക്കണ കാണുമ്പോൾ വേലക്കാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് എന്തിനാണ് ചായ എടുത്തുകൊണ്ട്, നേരത്തെ കൊടുത്തല്ലോ. അപ്പോൾ കൊടുത്തത് കട്ടനാണ്, ഇപ്പോൾ പാല് കിട്ടിയപ്പോൾ ഒരെണ്ണം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ചായയും കൊണ്ടുവരികയാണ് കേട്ടോ ഷീല. അപ്പോൾ വിക്രം ചോദിക്കണേ, എനിക്ക് നേരത്തെ ചായ തന്നാണല്ലോ, അത് കട്ടനല്ലായിരുന്നു, ഇത് പാല് ചായയാണെന്ന് പറയും കേട്ടോ. ശരിക്കും നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും കേട്ടോ. വിശ്വനാഥൻ എന്നാണ് ശരിക്കും പേര്. എൻ്റെ പേര് ഷീല എന്നാ, ശൈലജ എന്നാണ് ശരിക്കും പേര്. ഹിന്ദിക്കാർ ശൈലജ എന്ന് വിളിച്ച് പിന്നെ അത് ഷീല എന്നായി മാറി. പഴയ പേരായിരുന്നെങ്കിൽ ഷീലയും വിശ്വനാഥനും നല്ല ചേർച്ചയുണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേലക്കാരുടെ നോട്ടം ഇങ്ങനെ എങ്ങടാണ് എന്നുള്ളത് മനസ്സിലാവാണ് കേട്ടോ വിക്രമിന്. അപ്പോൾ വിക്രമിനോടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഷീല ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറയാൻ കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കുകയാണ്. അല്ല, അറിഞ്ഞിരിക്കാനായിട്ടാണെന്ന് പറയും കേട്ടോ. ഇവിടുത്തെ മേഡത്തിന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്, അത്ര വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ കൊച്ചിനൊക്കെ ഏൽപ്പിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയും കേട്ടോ. ജോലി അറിയണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ, ഞാൻ പോലീസിലാന്ന് പറയും. പോലീസിലോ എന്ന് ചോദിക്കണം. അതെ, ഞാനൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്.
ഞാൻ ചോദിക്കുന്നതിന് ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം നൽകേണ്ടി വരും എന്നൊക്കെ ഷീലനോട് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷീല പേടിക്കുന്നുണ്ട്. പിന്നെ ചെമ്പൂകൻ്റെ ഫോട്ടോ വരയ്ക്കാണ് കേട്ടോ. ഞാൻ പോയി നിന്നിട്ട് ജനലിൻ്റെ അവിടെ പോയി നിന്നിട്ട് വിക്രമിനെ നോക്കിയിട്ട് ചെമ്പൂകത്തിൻ്റെ ഫോട്ടോ വരയ്ക്കുകയാണ് ഗൗരിമോള്. എന്നിട്ട് ഇത് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പാലും കൊണ്ട് വരുന്നുണ്ട്. എന്താ ഇത് നോക്കി അച്ഛമ്മേ, ഇത് ശരിക്കും അയാളെ പോലെ ഇല്ലേ നോക്കിയിട്ട്, അയാളെ പോലെ ഒന്നുമില്ല, അതെ ശരിക്കും അച്ഛമ്മയ്ക്ക് അറിയാത്തോണ്ടാന്ന് പറയട്ടോ. മോളി പാല് കുടിക്കുന്ന പറയട്ടോ. പാല് കുടിക്കൂല, എനിക്ക് പാൽ ഇഷ്ടമല്ല എന്ന് പറയട്ടോ. പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ ചെമ്പൂകത്തിനെ വിളിക്കും. അപ്പോൾ ചെമ്പൂകം എന്ത് ചെയ്യും? ചെമ്പൂകം പിച്ചി വിടും എന്ന് പറയട്ടോ. അപ്പോഴേക്കും വേദ വിളിക്കാൻ കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായാലും അയാളൊരു പാവാണെന്നോ തോന്നുന്നുണ്ട് മോളെ. ചില എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കണ കാണാം. ഒരു പാവത്താനെ പോലെ ഉണ്ട്. ഈ പാവത്യങ്ങളൊക്കെ പിടിച്ചിട്ട് ബോഡി ഗാർഡാക്കി വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. ആണോ? അപ്പോഴേക്കും മോള് ഫോൺ പിടിച്ച് വലിച്ച് വാങ്ങണം കേട്ടോ. അമ്മേ പാവമൊന്നും അല്ല കേട്ടാ, ചെമ്പൂകൻ പാവണെന്ന് അച്ഛമ്മ വെറുതെ പറയുന്നതാണ്. ആണോ? അതെ. അപ്പം അച്ഛമ്മ പറഞ്ഞല്ലോ പാൽ കുടിച്ചില്ലെങ്കിൽ ചെമ്പൂകൻ എന്നെ പിച്ചി വിടുന്ന് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയൊന്നും ചെയ്യൂല, അമ്മ പറഞ്ഞോളാം ചെമ്പൂകനോട് എന്ന് പറഞ്ഞിട്ട്. ആണോ? അമ്മ പറയോ? അമ്മ പറഞ്ഞോളാം. എന്നാൽ ഞാൻ ഫോൺ ചെമ്പൂകൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കട്ടെ, അമ്മ പറയോ ചെമ്പൂകനോട് എന്നെ പിച്ചരുതെന്ന് പറയട്ടെ. അതിനെന്താ മോള് ഒരു കാര്യം ചെയ്യും, ചെമ്പൂകൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുക്കാൻ പറയും. അപ്പോഴേക്കും മോള് ഫോണും കൊണ്ട് ഓടി വരും കേട്ടോ. ചെമ്പൂകാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ. അമ്മ സംസാരിച്ചോന്ന് പറഞ്ഞിട്ട് അമ്മരെ കൊടുക്കാൻ പോകുമ്പോഴേക്കും വേദര റൂമിലേക്ക് റവന്യൂ മിനിസ്റ്ററൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം റവന്യൂ മിനിസ്റ്റർ വന്നിട്ടുണ്ട് മേഡം എന്ന് പറയുമ്പോൾ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ കാണിക്കുന്നത് പാല് മോൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പാൽ എനിക്ക് വേണ്ടാന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയും പാല് കുടിക്കി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ചെമ്പൂകം പറയുന്നത് പോലെ തോന്നിയിട്ട് പേടിച്ചിട്ട് ഗൗരിമോള് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി ആമിയും അരവിന്ദനും മാഷൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കാർഡ് കളിക്കുകയാണ് കേട്ടോ, ചീട്ടുകളി. അപ്പോൾ പറയുന്നുണ്ട് എനിക്കിതിൽ വലിയ അറിവൊന്നുമില്ല എന്ന് മാഷ് പറയും. അതൊന്നും സാരില്ല, അതൊക്കെ ഞാൻ എക്സ്പേർട്ടാക്കി തരാമെന്നൊക്കെ ആമി പറയും. അപ്പോഴേക്കും വണ്ടി വരികയാണ് കേട്ടോ. മാഷ് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും വിക്രമിനെ കണ്ടിട്ട് ആമി പറയും ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ വിളിച്ച് വരികയാണ് കേട്ടോ. അതിലേ പോകണ്ട, ഇങ്ങോട്ട് വന്നേക്കും, മാഷ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വായിരിക്കടോ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ആമി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മേക്കൽ എന്ന് പറയും. മേക്കലോ എന്ന് ചോദിക്കാം. കൊച്ചിനെ മേയ്ക്കാൻ പോയതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാഷോട് വിക്രം പറയുന്നുണ്ട് അച്ഛാ പ്രതീക്ഷിച്ചത്ര കുഴപ്പമൊന്നുമില്ല, പിന്നെ ആ കുട്ടിക്ക് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ കുട്ടീനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നൊരു ധാരണ ആ കുട്ടിക്ക് ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് വേണോ മോനെ എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കാൻ കേട്ടോ. അച്ഛൻ വിചാരിക്കുന്ന പോകുന്നില്ല, എന്തായാലും ഡിക്രു സാറ് പറഞ്ഞതല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം നിന്ന് നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറാലോ എന്ന് പറയാൻ കേട്ടോ. അത് നീ അവരോട് കറക്റ്റായിട്ട് പറയണം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, എന്തായാലും നാളെ തുടങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്ന് പറയുകയാണേ. ആണോ? അപ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും കാണുന്നില്ല. പിന്നെ ആ വീട്ടിൽ താമസിക്കേണ്ടി വരും, അറിയില്ല അതിനെക്കുറിച്ചൊന്നും പറയാം കേട്ടോ. എന്തോ എനിക്കിതിൽ വലിയ തൃപ്തിയില്ല എന്ന് പറയാം. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, അച്ഛൻ ഒറ്റയ്ക്കാവുമല്ലോ എന്നുള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്ന് പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ വായ നമുക്ക് ഒരു കളിക്കാമെന്നൊക്കെ ആമി പറയും കേട്ടോ. അപ്പോൾ വേണ്ട, എനിക്ക് കളിക്കാനൊന്നും നേരമില്ല, അല്ല ഞാൻ കാർഡ്സ് കളിയിൽ എക്സ്പേർട്ടാണെന്ന് പറയട്ടോ. ഇല്ല എനിക്ക് നല്ല വിശപ്പ്, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറയട്ടോ. വേണ്ട, ഞാൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാഷ് പറയും. എന്നാൽ ഞാൻ കറി കൊണ്ടുതരാമെന്ന് ആമി പറയും. വേണ്ട, കറി അവിടെ ഉണ്ട് മോളെ, അത് സാരില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് കേട്ടോ.